ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അവരുടെ തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആൻഡ് ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണ്. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള കാർഡ് നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് കളയാനാണ് പറയുന്നത്. പാസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല, അതിനെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ വിട്ട് കളയാനാണ് പറയുന്നത്. ഓക്കെ, അതൊരു യൂണിവേഴ്സ് മെസ്സേജാണ്, അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് ഇവിടെ രാവായിരുന്നു, മീൻസ് മൂണായിരുന്നു. മൂൺ എനർജി നിങ്ങളുടെ പേഴ്സണെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മൂണിൻ്റെ എനർജി വരുമ്പം ഫസ്റ്റ് ദ കാർഡ് നമുക്കിവിടെ യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബിഗിനിങ് ടെസ്റ്റഡ് എന്നുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു എനർജി അല്ലെങ്കിൽ മൂണിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പേഴ്സണെ ബാധിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ചേഞ്ച്, ആ ഒരു എനർജി ചേഞ്ച് നിങ്ങളുടെ പേഴ്സണിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സെക്കൻഡ് കാർഡിനകത്ത് നിങ്ങളുടെ പേഴ്സണ് ഇവിടെ നിങ്ങളുടെ എനർജി എഫക്റ്റ് ചെയ്യുമ്പം അവർ ആ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിക്കൊരു സ്നേഹം കാണുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉള്ളിൽ അവരോടത്ത് ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ, ഒരു ഫീലിങ്സ് ഉണ്ടാകും, ഒരു പ്രത്യേകതരം എനർജി ആ പേഴ്സൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു നിങ്ങൾ കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് തേർഡ് കാർഡിനകത്ത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ചേഞ്ച് സംഭവിച്ച് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ആക്ഷൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളടുത്ത് അവർ പറയുമായിരിക്കാം, ഡിസിഷൻസ് തരുമായിരിക്കാം. സോ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് മൂവ് ചെയ്തോളൂ, നിങ്ങളും അതുപോലെ തന്നെ തീരുമാനം എടുക്കൂ എന്നുള്ളതാണ്. ആൻഡ് നമുക്കിവിടെ പിന്നെ വന്നിട്ടുള്ളൊരു കാർഡ് പവർഫുൾ ചേഞ്ച് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മൂൺ എനർജി അവരെ ഒരു പവർഫുൾ ചേഞ്ചിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ടേക്ക് ടു ടൈം ബ്രീത്ത് ഔട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. നിങ്ങളടുത്ത് ഫസ്റ്റ് മൂവ് ചെയ്തോളാൻ, നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ എടുക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യൂ, ബ്രീത്ത് ഔട്ട് ചെയ്യൂ. നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടും. അതായത് ഡിസിഷൻ എടുക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് മെഡിറ്റേഷൻ ചെയ്തു. ഒരു തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, സെക്കൻഡ് ടൈം ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും ഒരു ഇന്നർ വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മെഡിറ്റേഷൻ എന്നൊരു ഗൈഡൻസ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി അവരുടെ എനർജീനകത്ത് വന്നേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്,
വലിയൊരു പിക്ചർ നിങ്ങളുടെ മുന്നിലുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം, ആ പേഴ്സൻ്റെ ചിന്താഗതി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം, ആ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. അതായത് ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ മാർക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല, ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ അതിൻ്റെ വലിയൊരു പിക്ചർ ഉണ്ട്. സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്നതാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം, അല്ലെങ്കിൽ ഇന്നതാണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇന്നതാണ് അവസ്ഥ. സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്? 7 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഇതൊരു ഹാർഡ് വർക്കിംഗ് കാർഡാണ്. ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പേഴ്സൻ്റെ എനർജിയാണ്. സോ ഈ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളായിരിക്കാം അത്. ഇപ്പം അവർക്ക് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ അതൊക്കെ കൊണ്ടായിരിക്കാം അവർ നല്ല രീതിക്ക് റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഇതിലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ നല്ല രീതിക്കുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് അവരുടെ തോട്ട്സ് ആണ്, അവരുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇതൊരു റിഗ്രറ്റിംഗ് കാർഡാണ്. പശ്ചാത്തപിക്കുക. നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു കുറ്റബോധം, ഒരു പശ്ചാത്താപം ഈ പേഴ്സൺ ഉണ്ട്. അവർക്കൊരു ടൈം ആവുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അവരെത്രയൊക്കെ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പേഴ്സൺ സ്റ്റിൽ നിങ്ങളിൽ തന്നെ സ്റ്റക്ക് ആവുന്നുണ്ട്. അവർക്ക് നല്ല രീതിക്ക് കുറ്റബോധമുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പേഴ്സൺ നല്ലോണം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇവർക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു റിഗ്രറ്റ് കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉള്ളത്. അതും അവരുടെ എനർജിയാണ്, തോട്ട്സ് ആണത്. അതായത് അവരുടെ ഒരു ഫീലിങ്സ് ആണിത്, സാഡായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണത്. അതായത് നിങ്ങൾ കടന്നു പോയിട്ടുള്ള സെയിം സിറ്റുവേഷൻ അവരിപ്പം ഫേസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. പാസ്റ്റിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഓക്കെ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ ടെമ്പറൻസ് എന്നൊരു കാർഡ് എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ബാലൻസ്ഡ് ആണ്. ഈ പേഴ്സൺ ഈ ഒരു ഇമോഷൻസിനെയും കാര്യങ്ങളെയും ഒക്കെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ആൻഡ് എംപറർ വന്നിട്ടുണ്ട്. ഈഗോ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇവർ ഭയങ്കര ബോൾഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഫീലിങ്സ് എന്താണ്? 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവർ പാസ്റ്റിലെ കാര്യങ്ങളിൽ ഭയങ്കര നോസ്റ്റു അടിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇവരൊരു കുട്ടിയായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ എത്ര ഏജുള്ള ആണെങ്കിലും അല്ലെങ്കിൽ എത്ര പക്വതയുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പല കാര്യങ്ങളും, പല മെമ്മറീസ്, പല ഓർമ്മകൾ ഇവരെ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളെല്ലാം തന്നെ ഭയങ്കര സന്തോഷം, ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നു അത് ആലോചിക്കുമ്പോൾ എന്നുള്ളതാണ്. അത് അവരുടെ ഒരു നൈസ് ഫീലിങ്സ് ആണ്. ഇങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം എഗെയിൻ ഓർമ്മയിലേക്ക് വരുമ്പം നിങ്ങളെ കുറിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്നു, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പശ്ചാത്തപിക്കേണ്ടി വരുന്നു, കുറ്റബോധം വരുന്നു, ചെയ്ത കാര്യങ്ങൾക്ക് കുറ്റബോധം വരുന്നു, ഇപ്പം നൊസ്റ്റു അടിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഇവർക്ക് ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഫാസ്റ്റായിട്ട് വരേണ്ടി വരുന്നു, ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യേണ്ടി വരുന്നു, നിങ്ങളിലേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ട് ഓടി വരുന്നൊരു എനർജിയാണിത്. സോ നിങ്ങളെ മിസ് ചെയ്യുന്നൊരു അവസ്ഥയാണിത്. അപ്പം ഇവിടെ എനിക്ക് ഈ കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. വേൾഡ് കാർഡാണ്. അപ്പം ഈ വേൾഡ് കാർഡിനകത്തും പറയുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് ആഗ്രഹിച്ച് വരുന്ന ഒരു കാർഡാണിത്. ആൻഡ് 8 ഓഫ് വാൻസ് വരുന്ന സമയത്ത് ഈ കാർഡ് മാറ്റിയേക്കട്ടെ. 8 ഓഫ് വാൻസ് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ബ്ലോക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബ്ലോക്ക് അഴിക്കും, നിങ്ങളെ ഇൻഫോം ചെയ്യും. നിങ്ങൾക്ക് ഡിലേ അല്ല, ഇത് സഡൻ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതായത് അവരുടെ ഒരു ആക്ഷനാണിത്. നമ്മൾ അവരുടെ ഫീലിങ്സ് നോക്കുമ്പം അവരെ സംബന്ധിച്ച് 2 തരം ഫീലിങ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സാഡ് എനർജിയാണ്, അതൊരു റിഗ്രറ്റിംഗ് കാര്യമാണ്. ആൻഡ് നിങ്ങളിലേക്കുള്ളൊരു മെമ്മറീസ് കൊണ്ട് അതിങ്ങനെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അവസ്ഥ, അതായത്
നിങ്ങളെ വേണമെന്നുള്ളൊരു തോട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യം കാണുന്നു. സോ നിങ്ങൾക്ക് മെസ്സേജ് പ്രതീക്ഷിക്കാം, കോള് പ്രതീക്ഷിക്കാം, ബ്ലോക്ക് അഴിക്കുന്നത് പ്രതീക്ഷിക്കാം. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കുകയാണെങ്കിൽ റിപ്ലൈ പ്രതീക്ഷിക്കാം. സോ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ് ചെയ്യുക, ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആൻഡ് അതിന് മുൻപ് തന്നെ ഇവിടെ മെയിനായിട്ടും വന്നിട്ടുള്ള സോഡിയാക് സൈൻ എന്ന് പറയുന്നത് സാജിറ്റേറിയസ് ഉണ്ട്, എക്ലിപ്സ് ഉണ്ട് ആൻഡ് അക്യൂറിയസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ മെയിനായിട്ടും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.